പത്തനംതിട്ട തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി അംഗം സി സജിമോനെ പാർട്ടി തിരിച്ചെടുത്തു. 2018 വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയതിലും പ്രതിയാണ് ഇയാൾ. വിവരങ്ങളുമായി സിജി ഉമേഷ് പത്തനംതിട്ടയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, ഈ സജിമോനെയാണ് ഇപ്പോൾ പാർട്ടി വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നത്. മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ്? കേസിലും ഒപ്പം തന്നെ ചില തട്ടിപ്പ് കേസിലും ഒക്കെ പ്രതിയായതിനെ തുടർന്നാണ് ഇയാളെ കേന്ദ്ര കമ്മിറ്റി അംഗം CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. 2018 വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും ഇതേ കേസിൽ തന്നെ DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയ കേസിലും പ്രതിയാണ്. 2022 വനിതാ നേതാവിനെ ലഹരി നൽകി നഗ്ന വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. അങ്ങനെ ഗുരുതര ആരോപണം നേരിട്ടതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പ്രത്യേക സമിതി രൂപീകരിച്ചു ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. മുൻ കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു. എന്നാൽ ഇയാൾക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചത് അത് പ്രായോഗിക തലത്തിൽ നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുറത്താക്കൽ നടപടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയത്. ഒരു തെറ്റിൽ രണ്ട് നടപടി വേണ്ട എന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. പാർട്ടി കമ്മീഷന്റെ കണ്ടെത്തൽ അത്തരത്തിലാണ്. തിരുവല്ലയിലെ പാർട്ടി ഔദ്യോഗിക വിഭാഗവുമായി ഇയാൾ വളരെ ചേർന്ന് പ്രവർത്തിച്ചു പോയിരുന്നു. പുറത്താക്കിയ ശേഷവും ഇയാൾ സജീവമായി പാർട്ടി പരിപാടി വേദികളിലൊക്കെ ഉള്ളതും ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആളുകൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനൊപ്പം തിരുവല്ലയിലെ വിവിധ പരിപാടികളിൽ ഇയാൾ പങ്കെടുത്തതും പാർട്ടിക്കുള്ളിൽ ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇയാളെ എടുക്കാനുള്ള നടപടി പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. സിജി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.